എടാ അക്ഷയ്, നമ്മൾ യൂട്യൂബിൽ 2 വീഡിയോസാണ് ഇട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്താണ് നമ്മുടെ ഈ ചലഞ്ച്, എന്താണ് ഇസ, എന്താണ് ഇതെന്ന് പറഞ്ഞിട്ട്. സെക്കൻഡ് നമ്മളിട്ട വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് പാക്കേജിലോട്ട് അങ്ങ് പോയി. ഇതിൽ മിക്ക പേര് എനിക്ക് മെസ്സേജ് അയച്ച ഒരു കാര്യമുണ്ട്, ഡയറക്റ്റ് പാക്കേജിലോട്ടാണ്, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഡയറക്റ്റ് പാക്കേജിലോട്ടാണോ പോകേണ്ടതെന്ന്. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഇതൊരു ഡൗട്ടാണ്. സത്യം പറഞ്ഞാൽ അവരൊരു ബിസിനസ് ചെയ്യാൻ പോകുവാണെങ്കിൽ നേരിട്ട് നമ്മൾ എന്തിനാണ് പാക്കേജിലോട്ട് പോയത്, നമ്മുടെ എൻസൈൻ്റെയും ഇസയുടെയും നേരിട്ട് നമ്മൾ 1 CR ചലഞ്ച് തുടങ്ങി. നമ്മൾ പോയതിൻ്റെ ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇത് ലാസ്റ്റ് ഒരു 1-2 മന്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി പ്ലാനുണ്ട്. നിങ്ങളൊരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കണം. ആ ബിസിനസ് പ്ലാനിൽ തന്നെ എന്താണ് ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടായിരിക്കണം. നമ്മൾ ലാസ്റ്റ് പാക്കേജ് ഉണ്ടാക്കിയ സമയത്ത് ഇൻകം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, കുട്ടികൾ പറയുന്ന കണക്ക് ഇത്രയും രൂപയുടെ ബിസിനസ് ചെയ്താൽ അല്ലെങ്കിൽ ഇത്രയും രൂപ വർക്ക് കിട്ടിയാൽ ഇത്രയും രൂപ കിട്ടും, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും രൂപ ചിലവും വരുന്നുണ്ട്. എക്സ്പെൻസ് നമ്മളിവിടെ പറഞ്ഞില്ല, മാൻ പവർ പറഞ്ഞിട്ടില്ല, മാർക്കറ്റിംഗ് സ്റ്റഡി നമ്മൾ ചെയ്യുന്ന പറഞ്ഞിട്ടില്ല, എങ്ങനെ കോമ്പറ്റീറ്റർ സ്റ്റഡി ഉണ്ട്, അത് കണക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്തുണ്ട്. അത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു ബിസിനസ് നമ്മുടെ ഈ ഒരു ഇസയുടെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്ലാൻ, ഒരു 1 year പ്ലാൻ നമുക്കുണ്ട്. ലാസ്റ്റ് ഒരു 1 മന്താണ് നമ്മൾ ഫസ്റ്റ് ഒരു ഡെമോയിൽ അന്ന് പാക്കേജ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 1 month പ്ലാൻ നമുക്ക് എത്രത്തോളം നമുക്ക് മാൻ പവർ വരും, അതിനങ്ങനെ റവന്യൂ ആയിക്കോട്ടെ, ഒരു ഫിനാൻഷ്യൽ പ്ലാനിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഇന്നത്തെ കണ്ടാൽ നമുക്ക് അത് കൊടുത്തിട്ട് നമുക്ക് അടുത്തതിന് മാർക്കറ്റിംഗ് പ്ലാനും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് വിശ്വസിക്കും. അല്ലെങ്കിൽ കാണുന്നവർക്കും ഭയങ്കര അവരവരുടെ ബിസിനസ്സിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്തും അതിന് ചെറിയ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആദ്യം തന്നെ നമുക്കുള്ള കമ്പനിയുടെ ഇപ്പം നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മിഷൻ ഓർ വിഷൻ നമുക്കുണ്ട്. ഇങ്ങനൊരു മിഷൻ വന്നത് തന്നെ നമ്മൾ ഓൾറെഡി ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ടാണ്. കാരണം നമ്മൾ സർവീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ പലർക്കും ഇത് സ്വന്തമായിട്ട് പഠിക്കാനുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വന്നപ്പോൾ അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലായത്. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർവീസിൻ്റെ ആവശ്യകത നമുക്ക് അപ്പോഴാണ് വന്നത്. അപ്പം ഈ ഒരുവിധം കോവിഡ് എന്ന് പറയുന്ന ഒരു പാൻഡമിക് വന്നതിന് ശേഷമാണ് ഈ ഒരു സെൽഫ് ലേണിംഗ് പല ബിസിനസ്സുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാരണം അതുവരെ തന്നെ അവർക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു കോവിഡ് വന്നതിന് ശേഷമാണ് പലർക്കും ഈ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പലർക്കും മനസ്സിലായത്. കാരണം ആ ഓൺലൈൻ പ്രസൻസിൻ്റെയും അതുവഴി ഉണ്ടാകുന്ന ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും സ്വന്തമായിട്ട് ചിലപ്പോൾ ഒരു ഏജൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായിട്ടും ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്റ്റാർട്ടിങ് അവരുടെ ബിസിനസ്സിന് ഈ പറഞ്ഞൊരു മേഖലയിലേക്ക് ഒരു സ്റ്റാർട്ടിങ് കിട്ടുമെന്ന ധാരണയിലൊക്കെ ആവാം പലരും ആ മേഖലയിലേക്ക് സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യാമെന്നൊക്കെ ഒരു ഡിസിഷൻ എടുത്തത്. അപ്പം അതൊക്കെ തന്നെയാണ് നമുക്കൊരു ആ റിക്വയർമെൻറ്റിലേക്ക് വന്നത്. അതിനു മുമ്പ് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റുഡൻസിന് മാത്രമായിരുന്നു ട്രെയിനിങ്സും സപ്പോർട്ടും കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു മിഷൻ, അപ്പം ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും സ്വന്തം ബിസിനസ് അല്ലെങ്കിൽ സ്വന്തം പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആ ലെവലിലൊക്കെ തന്നെ ഒരു പേഴ്സണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം നമ്മളിപ്പം ഈ ഒരു കോഴ്സ് അഫോർഡബിൾ റേറ്റിൽ എന്ന് വെച്ചാൽ വെറുതെ ഒരു എന്താ പറയുക കുറച്ച് തിയറീസ് മാത്രം പഠിപ്പിക്കാതെ പ്രാക്ടിക്കലായിട്ട് ഈ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്. ഇപ്പം നമ്മളൊരു ഏജൻസി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഏജൻസിയിൽ നിന്നൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് തന്നെ നമുക്ക് പറയാൻ പറ്റും ഓരോ കസ്റ്റമേഴ്സും ഏതൊക്കെ രീതിയിലാണ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത്, അവർക്ക് എങ്ങനെയൊക്കെയാണ് റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവരെ ഓരോ ഇൻഡസ്ട്രി അനുസരിച്ചിട്ട് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായിരുന്നു നമ്മളൊരു ഇതിലേക്ക് വരാനുള്ളൊരു മിഷൻ നമ്മളെ നയിച്ചത്. പിന്നീട് ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇനി നമുക്കൊരു ലാർജ് സ്കെയിലിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല എല്ലാതരം ഡിജിറ്റൽ സ്കിൽസും ഈ പറയുന്ന കണക്ക് നമുക്ക് ബിസിനസ്സുകാർക്കും അതേ കണക്ക് നമ്മുടെ ഇന്നത്തെ ജനറേഷനിലെ എല്ലാ സ്റ്റുഡൻസിനും നമ്മളിനി സ്റ്റുഡൻസിനെ പ്ലാൻ ചെയ്യുന്നു. കാരണം അവർക്കുള്ളൊരു സ്റ്റഡി ടൈമിൽ തന്നെ അവർക്ക് ഇങ്ങനെ ഇത്തരം സ്കില്ലുകൾ പഠിച്ചാൽ, കാരണം സ്വന്തമായിട്ട് പഠിക്കുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. നമുക്കിപ്പോൾ യൂട്യൂബിലായാലും സോഷ്യൽ മീഡിയസിലായാലും ഇങ്ങനെ സ്വന്തം എഫേർട്ടിൽ വരുന്ന കുറേ പേരെ കാണാൻ പറ്റും. വളരെ ഏണിങ്സ് ഉണ്ടാക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട് ആർജവത്തോടെ. അതേ കണക്ക് തന്നെ എല്ലാത്തരം കാറ്റഗറിയിലെ കുട്ടികൾക്കും ഇപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഇതിനൊക്കെ ഒരു സ്കില്ല് പഠിക്കണം, അതുവഴി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണം. അതും പഠിക്കുന്ന സമയത്ത് ഇനി വരുന്ന ജനറേഷനിൽ എല്ലാവരും ആ ലെവലിലേക്ക് മാറും. കാരണം നമ്മുടെയൊക്കെ ഒരു ജനറേഷനിലാണ് പഠിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും എക്സാം എഴുതി അങ്ങനെ ജോലി കിട്ടിയതിന് ശേഷം ഇൻകം ഏൺ ചെയ്യാവുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഭൂരിഭാഗം ആൾക്കാർക്കും. അപ്പം ആ ഒരു കൺസെപ്റ്റ് ഇനി മാറി. കാരണം ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയൊരു മൈൻഡ് സ്വിച്ച് നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കാഴ്ചപ്പാടുകളെല്ലാം മാറിയിട്ടുണ്ട്. അപ്പം ആ ഒരു സ്കോപ്പാണ് ഇനി നമ്മൾ കാണുന്നത്. നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് അതാണ്. ഇനി വരുന്ന എല്ലാ ഇൻഡസ്ട്രിയൽ ട്രെൻഡ്സും അനുസരിച്ചിട്ടുള്ള കോഴ്സുകളും സ്കിൽസും മാക്സിമം നമ്മുടെ ഇപ്പോൾ കേരളമാണ് നമ്മളെ ബേസിക് ഇപ്പോഴത്തെ ഇനിഷ്യൽ TG എന്ന് പറയുന്നത്.
പക്ഷേ എല്ലാ മലയാളീസിനും ലോകത്തുള്ള എല്ലാ മലയാളീസിനും ഇപ്പോൾ കേരളമാണ് നമ്മൾ ഇനിഷ്യൽ TG വെച്ചേക്കുന്നെങ്കിലും നമ്മൾ ഇനി ഈ ലാംഗ്വേജ് ബൗണ്ടറീസിന് അപ്പുറത്തേക്ക് നമ്മുടെ ഒരു എക്സ്പാൻഷനാണ്. അതും ഈ പറയുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം. അത് ഈ 1 ഇയറിൻ്റെ അകത്ത് അതെ, വളരെ അഫോർഡബിൾ എന്ന് പറയുന്നില്ല, എന്നാലും അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിരിക്കും. നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന എല്ലാവർക്കും ഇതൊരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആയിരിക്കും. ആ ലെവലിലേക്ക് എല്ലാതരം കോഴ്സുകളും എല്ലാത്തരം ആളുകളിലേക്ക് എത്തുക എന്നതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രൈമറി വിഷൻ എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മുടെ കമ്പനിയുടെ നമ്മൾ പേരിട്ടിരിക്കുന്നത് ഇസ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്നാണ്. ഇസ എന്നുള്ള പേരേ ഉള്ളൂ. അതിന് ടാഗ് ലൈൻ അക്ഷയ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ആ ടാഗ് ലൈനും കൂടി അനൗൺസ് ചെയ്തായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് കൂടാതെ ഒരു ബിസിനസ്സിൽ ലോഗോ ഇമ്പോർട്ടൻ്റ് ആണ്. ലോഗോ വേണം. പിന്നെ വെബ്സൈറ്റിൽ നിങ്ങൾ ഓൺലൈൻ ത്രൂ ആണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം. പേര് ആദ്യം ചൂസ് ചെയ്ത് വയ്ക്കണം. അതേ കണക്ക് തന്നെ ലോഗോ ആണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ അക്കൗണ്ട്സുകൾ. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ചുമ്മാ പേഴ്സണൽ അക്കൗണ്ട് അല്ല, പ്രൊഫഷണൽ അക്കൗണ്ട് വേണം. ബിസിനസ് അക്കൗണ്ടുകൾ ക്രിയേറ്റ്. അതൊക്കെ നമ്മളിപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു സെക്ഷൻ വരുമ്പോൾ നിങ്ങളൊരു ഡീപ്പായിട്ട് പറഞ്ഞു തരുന്നതാണ് ടാഗ് ലൈൻ. പക്ഷേ ഓക്കെ, ഇപ്പം നമ്മൾ നമ്മുടെ ബ്രാൻഡിന് വേണ്ടി ചെയ്തേക്കുന്ന ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഇന്നോവേഷൻ സോൺ ഫോർ സക്സസ് ആൻഡ് അച്ചീവ്മെൻറ്റ് എന്നാണ്. കാരണം നമ്മൾ ഈ സക്സസ് ആൻഡ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പോൾ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ അവരുടെ ഒരു ബിസിനസ് ലെവൽ സക്സസ്സും, അതേ കണക്ക് ഇപ്പം സ്റ്റുഡൻസ് അങ്ങനെയുള്ള അവരുടെയൊക്കെയുള്ള പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ്, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ടാഗ് ലൈനിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. അതുകൊണ്ട് നമ്മളിപ്പം നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ നമ്മുടെ ലോഗോയുടെ ഒരു അബ്രിവേഷൻ എന്ന രീതിയിൽ നമ്മൾ ഇതാണ് ഇപ്പോൾ കൺസിഡർ ചെയ്തേക്കുന്നത്, ഇന്നോവേഷൻ സോൺ ഫോർ സക്സസ് ആൻഡ് അച്ചീവ്മെൻറ്റ്. പിന്നെ നമ്മുടെ ലോഗോസ് ഇപ്പോൾ ഇനിഷ്യലി നമ്മളൊരു ലോഗോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ബ്ലോക്ക് എല്ലാവർക്കും ആ ഒരു ബ്ലോക്കിലാണ് എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് പലരും സ്റ്റാർട്ട് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് തന്നെ ഈ ഒരു ആശയം വന്നപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്ത് 1 to 2 ഇയേഴ്സിന് മുമ്പ് തന്നെയാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് വരാൻ ഇത്രയും സമയമെടുത്തു. അപ്പോൾ ആ ഒരു ബ്ലോക്ക് നമ്മൾ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇനിഷ്യലി നമുക്ക് ഓക്കെ എന്ന് തോന്നിയ ഒരു ലോഗോ വെച്ചിട്ട് നമ്മളിപ്പം ആ ഒരു ബ്രാൻഡിലേക്ക് നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തു തുടങ്ങിയത്. അത് വരുന്ന മാസം രജിസ്റ്റർ ചെയ്തേ ഉള്ളൂ, കമ്പനി രജിസ്റ്റർ ചെയ്തേ ഉള്ളൂ. അതുവരെ നമ്മളിപ്പോൾ ഈ ഡിസ്റ്റ എന്നുള്ള കമ്പനിയുടെ അണ്ടർ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണല്ലോ, അതിൻ്റെ പ്ലാനിങ്ങൾ നടക്കുന്നേ ഉള്ളൂ, പാക്കേജുകൾ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു 1 മന്തിനകത്ത് രജിസ്ട്രേഷൻ നടക്കും. രജിസ്ട്രേഷൻ പ്രൊപ്പറേറ്റർഷിപ്പ് എടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കമ്പനി രജിസ്ട്രേഷൻ അല്ലാതെ പ്രൊപ്പറേറ്റർഷിപ്പ് എടുക്കാം, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് തന്നെ എടുക്കാം, കുഴപ്പമില്ല. ഇപ്പം 2 പാർട്ട്നേഴ്സ് ഉള്ളതുകൊണ്ട് പാർട്ണർഷിപ്പ് എടുക്കാം. അപ്പോൾ അതെടുക്കുമ്പം അതിലെന്തൊക്കെയാണ് അതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നിങ്ങളുമായിട്ട്. അതിൻ്റെ ലീഗൽ സൈഡുകളും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവഴി ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ബ്രാൻഡിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ലോഗോയും കാര്യങ്ങളും ഇപ്പോഴും വർക്ക് നടക്കുന്നേ ഉള്ളൂ. കുറച്ചും കൂടെ നമുക്ക് കൺഫർമേഷൻ വരാനുണ്ട്. അതുവരെ നമ്മൾ ഈ രജിസ്ട്രേഷന് മുന്നേ വരെ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ പ്ലാൻ ചെയ്ത ലോഗോ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമ്മളെ മാർക്കറ്റ് അനാലിസിസ്, പിന്നീട് ഇപ്പം നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ പിന്നെ അടുത്ത വേണ്ട ഒരു മാർക്കറ്റ് അനാലിസിസ് ആണ്. ഓൾറെഡി നമ്മളെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് എന്താ നമുക്കൊരു ബോധമുണ്ട്. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്താ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നീഡ്സ് ആയിട്ട് വേണ്ടതെന്ന്. നമ്മളിപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് വലിയ കോസ്റ്റും കാര്യങ്ങളും ഓഫീസ് ഒന്നും തന്നെ ഓൺലൈൻ സ്റ്റഡി ആയതുകൊണ്ട് വരുന്നില്ല. കാര്യം അതല്ല, ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു റെൻറ്റ് സ്പേസ് വേണം, അതിനൊക്കെ തന്നെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം വേണം. ഇപ്പോൾ എൻ്റെ ഇദ്ദേഹത്തിൻ്റെ സിസ്റ്റം ഉണ്ട്. സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നില്ല. ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ പോലും സിസ്റ്റം തന്നെ വേണം കേട്ടോ. അല്ല, മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ കുറേ കോമ്പാക്റ്റബിൾ ആണ്. നമുക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എന്നാലും കുറേ കാര്യങ്ങൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഒരു PC എന്നൊക്കെ പറയുന്നത് ആ ഒരു ലിമിറ്റേഷൻസിന് അപ്പുറമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ തന്നെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റുന്നത് തന്നെ നമ്മൾ ഇപ്പോഴത്തെ കുറച്ച് അഡ്വാൻറ്റേജുകളാണ് നമ്മുടെ കയ്യിലുള്ള അത് നമ്മൾ മുന്നെന്നോ ചെയ്ത പല ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഒരു ഒത്തൊരുമിച്ചുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പം നമുക്ക് ഉള്ളത്. കാരണം ഈ പറയുന്ന ലൈറ്റിംഗ്, ഇപ്പം നമ്മൾ ചെയ്യുന്നൊരു സ്റ്റുഡിയോ പോലുള്ള മൈക്കാണെങ്കിലും ക്യാമറ ആണെങ്കിലും ഈ ലൈറ്റ് സെറ്റപ്പ് ആണെങ്കിലും എല്ലാം നമ്മൾ ഇതിന് മുന്നേ പല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്ത ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം കൂടെ നമുക്ക് ഇപ്പോൾ ഉപയോഗപ്പെട്ടു. തുടക്ക സമയത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആവും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഈ സ്ഥാപനത്തിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറവായിരിക്കും. ഓൾറെഡി നമ്മൾ ഈ പറയുന്ന പല നമ്മളോട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഏജൻസി കമ്പനീസ് ഉള്ളത് കൊണ്ട് നമുക്ക് പിന്നെ ഒരു ബിസിനസ്സിൽ ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യാതെ ബ്രാൻഡിംഗ് എന്നുള്ള സാധനം ചെയ്യണം. ഇവിടെ നമുക്ക് ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ബ്രാൻഡാണ്. ഞാനുള്ള വ്യക്തിയും അതേണക്ക് തന്നെ ഡിസ്റ്റ എന്നുള്ള സ്ഥാപനവും നമുക്ക് ഇങ്ങോട്ട് എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട്. ലാസ്റ്റായിട്ട് താങ്കൾക്കൊന്നും മറ്റുള്ള ഏതാണ്ട് ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷനോ എന്തോന്നും ഉണ്ടായിരുന്നില്ലേ? അത് ഇപ്പോൾ അതൊരു എൻക്വയറി വന്നത് അത് കുറച്ച് പേഴ്സണൽ കോൺടാക്ട്സ് ആണ്. അപ്പോൾ നമ്മൾ അത്തരം പേഴ്സണൽ കോൺടാക്ട്സും നിലവിലുള്ള ഈ പറയുന്ന ഒരു
എക്സ്പോഷർ ഒക്കെയാണ് ഇനി നമ്മളെ ഒരു ഫ്യൂവൽ, നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്നൊക്കെ പറയുമ്പോൾ ഇനി അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇനി ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്തതല്ല, സീറോ എന്നാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും പുതിയ പുതിയ കസ്റ്റമറിനെ കണ്ടെത്താനും കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും സമയമെടുക്കും. നിങ്ങൾക്ക് സെൽഫ് ബ്രാൻഡിങ് വേണ്ടി വരും, കുറെ നല്ല നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പം അതൊക്കെ ഒരു മാർക്കറ്റിംഗിൽ നല്ലൊരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലാത്തൊരു ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ ബ്രാൻഡിങ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. ബ്രാൻഡിങ് നിങ്ങൾ ആ ഒരു പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ എടുത്ത് നിങ്ങൾ തന്നെ നല്ല രീതിക്ക് ബ്രാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തെ ബ്രാൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ നമുക്ക് മാൻ പവർ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഇപ്പം സാറാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, ക്ലാസ്സിൻ്റെ കോർഡിനേഷനും കാര്യങ്ങളും. സാറ് കൂടാതെ 2 പേരെ ബാക്കപ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ക്ലാസ്സുകൾ ചെയ്യാനായിട്ടും അത് കോർഡിനേറ്റ് ചെയ്യാനും. പിന്നെ സപ്പോർട്ടിന് വേണ്ടി 4 ഡീറ്റെയിൽ മാർക്കറ്റേഴ്സിനെയും നമ്മൾ സപ്പോർട്ടിനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ 6 പേരായി. കൂടാതെ പേഴ്സണൽ ട്രെയിനിങ് എല്ലാം സാർ നേരിട്ടായിരിക്കും നോക്കുന്നത്. ഇപ്പോൾ തൽക്കാലം നമ്മളിപ്പം ആദ്യത്തെ 1-2 മാസം കൂടുതലായിട്ട് ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തന്നെയാണ് എല്ലാത്തിലും നിൽക്കുന്നത്. നമ്മൾ മാർക്കറ്റിംഗ് ചാനലിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനിയും കുറേ ഇൻഡെപ്ത് ആയിട്ട് പറയാൻ കാര്യങ്ങളുണ്ട്. പിന്നീട് നമുക്ക് വരുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് ആണ്. അതെന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മളിപ്പോൾ റവന്യൂ നമ്മുടെ സ്ട്രീം എന്ന് പറയുന്നത് ഈ പറയുന്ന കോഴ്സിലാണ്. അതിപ്പം ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നമ്മുടെ സൈറ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം ചെറിയ റെക്കോർഡ് ക്ലാസ് ഓൺലൈൻ കോഴ്സുകൾ സബ്സ്ക്രിപ്ഷൻ 1-2 മാസമാവും, 2-3 മാസം പ്ലാൻ ഉണ്ട്. ഇപ്പോഴുള്ള നമ്മളെ ഈ റവന്യൂ സോഴ്സുകളൊക്കെ പറയുന്നത് ഈ പറയുന്ന പേഴ്സണൽ ട്രെയിനിങ്സ് ലാസ്റ്റ് നമ്മുടെ പാക്കേജ് യൂട്യൂബ് ഇട്ടായിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇനിഷ്യലി 1 to 2 മന്തിനുള്ളിൽ നമ്മളെ റവന്യൂ സ്ട്രീംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന കണക്ക് ഈ സബ്സ്ക്രിപ്ഷൻസും അതുപോലെ ഉള്ള കോഴ്സുകളും ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ വരുമ്പോൾ അതും ഇനി നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ റവന്യൂ സോഴ്സായിട്ട് വരും. പിന്നീട് നമ്മളിപ്പോൾ നല്ല രീതിയിൽ സോഷ്യൽ എന്താ പറയുക നല്ലൊരു സോഷ്യൽ പ്രസൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ പറയുന്ന കണക്ക് വേണമെങ്കിൽ നാളെ ഈ പറയുന്ന അഡ്വർടൈസിങ് സ്പോൺസർഷിപ്പ് ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ഇപ്പം നമുക്ക് ഈ പറയുന്ന കണക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട് വേണമെങ്കിൽ മേ ബി കൊളാബ് ചെയ്യാം, അതേപോലെ ഏതെങ്കിലും കമ്പനീസുമായിട്ട് കൊളാബ് ചെയ്യാം നമ്മുടെ ഈ പറയുന്ന മേഖലയായിട്ട്. അപ്പം അതൊക്കെ ഇനി നമ്മുടെ ഇനി വരുന്ന ടൈമിലുള്ള നമ്മുടെ കുറച്ച് റവന്യൂ പ്രോജക്ട്സ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇപ്പം വരുന്ന നമ്മുടെ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇപ്പം ഈ കോണ്ടന്റ് ഡെവലപ്മെന്റിന് ഇപ്പം നമുക്ക് സമയമാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സമയമാണല്ലോ. സമയം ഇപ്പൊ നമ്മൾ പറയുന്ന ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് ആണ്. അവിടെ നമ്മൾ ടൈം പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് നമുക്ക് കട്ട് ചെയ്യാം, കട്ട് ചെയ്യണ്ട. ഇനി വരുന്ന നമ്മുടെ കോസ്റ്റ് ഇപ്പം ഈ ഒരു കോസ്റ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് വെബ്സൈറ്റ് ഡെവലപ്മെന്റിന്റെ കോസ്റ്റ് ഉണ്ട്, ഡെവലപ്മെന്റും കാര്യങ്ങളും അതിന് ഡൊമൈൻ എടുക്കുന്നതും ഹോസ്റ്റിങ്ങിനും ഒക്കെ. പിന്നെ ഡെവലപ്മെന്റ് കോസ്റ്റും ഉൾപ്പെടെയുള്ള ആ ഒരു വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഒരു കോസ്റ്റ് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇപ്പം നോർമലി വരുന്ന സൂമിന്റെ പ്രീമിയത്തിന്റെ വരുന്നുണ്ട്, സൂം പ്രീമിയത്തിന്റെ അക്കൗണ്ട് അതിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നീട് ഇപ്പൊ ഈ ഒരു സെറ്റപ്പ് കറണ്ട് ബില്ല് കാര്യങ്ങൾ കറണ്ട് ബില്ലും അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്യാമ്പയിൻ മെയിൻ സാധനം മാർക്കറ്റിംഗ് ആണ്. ക്യാമ്പയിന്റെ കോസ്റ്റ് ഏകദേശം ഇപ്പൊ ലാസ്റ്റ് മന്ത് പോലും 10-15,000 രൂപ ക്യാമ്പയിൻ നടത്തി. പക്ഷേ മുന്നോട്ടുള്ള നമ്മുടെ ഈ ചലഞ്ചുകളും കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച 1 to 5 lakh വരെ മാർക്കറ്റിംഗ് കോസ്റ്റ് വരും. എന്നാലും നമുക്ക് ഇത്രയും ലക്ഷം രൂപയുടെ ബിസിനസ് കിട്ടാൻ നമുക്ക് എങ്ങനെയാലും ഡെയിലി ഒരു 2 to 3,000 മിനിമം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതായത് പേഴ്സണൽ ട്രെയിനിങ്ങിന് വേണ്ടി മാത്രം. മറ്റേ ഗ്രൂപ്പ് സെഷൻ സെപ്പറേറ്റ്. ഇതിപ്പം നമ്മൾ ഇത്രയും വലിയ ടാർഗറ്റ് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സ്പെൻഡ് വരുന്നത്. അല്ലാത്തപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇനിഷ്യൽ ഓർഗാനിക് ആയിട്ടുള്ള നമ്മളെ കുറച്ച് എഫേർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടുകൾ വരും. പക്ഷെ അതിനൊരു അത്ര പൊട്ടൻഷ്യൽ ഉണ്ടാവണമെന്നില്ല. മീൻസ് അത്രയും വലിയ ക്വാണ്ടിറ്റീസോ അല്ലെങ്കിൽ അത്രയും വലിയ എമൗണ്ടിന്റെ ചിലപ്പോൾ ബിസിനസ്സുകൾ പെട്ടെന്ന് നടക്കണമെന്നില്ല. അത് ഇപ്പൊ നമ്മൾ ഈ ഒരു ചലഞ്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു എമൗണ്ട് മാർക്കറ്റിംഗിൽ ഇപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇനി നമ്മൾ വരുന്ന ടീംസ് ഇപ്പൊ നമുക്ക് ഈ ട്രെയിനിങ്സിനും ബാക്കി സെയിൽസിനൊക്കെ നമുക്ക് കുറച്ച് ബാക്ക് എൻഡ് ടീംസ് ഉണ്ട്. സെയിൽസിന് വേണ്ടി ഇപ്പോൾ 2 പേരെയാണ് നോക്കി വെച്ചേക്കുന്നത്. ഒരു ഫ്രീലാൻസറേയും ഓണായിട്ട് നമ്മുടെ ഒരാളുണ്ട്. അപ്പം അവർക്കും ഈ ലീഡ്സൊക്കെ അവരാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് നേരിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫസ്റ്റ് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന രീതി ഇവർക്ക് ഒന്ന് ജസ്റ്റ് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് സെയിൽസിൻ്റെ ഒരു കണ്ടന്റ് ഞാൻ ഇടുന്നുണ്ട്. ഞാൻ എങ്ങനെയാണത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ പ്രൊജക്ഷനിൽ ഈ പറയുന്ന കോസ്റ്റും എല്ലാം നോക്കിയിട്ടാണ് നമുക്ക് ഈ പറയുന്ന നമ്മൾ എവിടേക്ക് ഇനി റവന്യൂ സോഴ്സുകൾ സ്ട്രീമുകളിലൂടെ ഡെവലപ്മെൻറ്റ്സ് നടത്തണം, പാക്കേജുകൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇനി വരുന്ന സമയങ്ങളിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഇപ്പം നിലവിൽ നമുക്ക് ഫണ്ടിങ് ഒന്നും വേറെ ഇല്ല. ഫണ്ടിങ്ങില്ല, ഇതെല്ലാം നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്. മാർക്കറ്റിംഗ് റിസർച്ച് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫീൽഡിൽ ഉള്ള ഒരാളാണല്ലോ. ഇല്ലാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഫീൽഡിലോട്ട് കിടക്കുന്നതെങ്കിൽ തീർച്ചയായും കോമ്പറ്റീറ്ററെ ഫുള്ളും സ്റ്റഡി ചെയ്യണം. കറണ്ട് മാർക്കറ്റിംഗ് സ്റ്റഡി ചെയ്യണം. മാർക്കറ്റിൽ എന്താണ് ഇപ്പോൾ വേണ്ടത്, ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് യൂണീക്ക് സെല്ലിംഗ് പോയിന്റ്, നമ്മുടെ യൂണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്താണ്, നമ്മൾ എന്താണ്
മറ്റുള്ളതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പേഴ്സണൽ ട്രെയിനിങ്സും പിന്നെ നമ്മുടെ ഒരു പ്രൈസിങ്ങും പിന്നെ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു പേഴ്സണൽ ട്രെയിനിങ് കൊടുത്താൽ പോലെ ഒരു 3 to 6 months വരെ അവർക്ക് 7 month 1 month കോഴ്സും പ്ലസ് 7 months വരെ നമ്മൾ അവർക്ക് ലൈവ് സപ്പോർട്ട്. അതിപ്പം ജസ്റ്റ് ഗ്രൂപ്പുകളിൽ മാത്രമല്ല, നമ്മൾ ചിലപ്പം ഓൺലൈനായിട്ട് സെക്ഷൻസ് തന്നെ ചിലപ്പോൾ റീ അറേഞ്ച് ചെയ്ത് അവരുടെ സമയത്തിനനുസരിച്ച് നമ്മൾ സപ്പോർട്ടുകൾ കൊടുക്കാറുണ്ട്. കാരണം പലർക്കും വേണ്ട അതാണ്. കാരണം അവർക്ക് ചിലപ്പോൾ ഓൺലൈൻ ചാറ്റുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഓൺലൈനിൽ പോയി ചെറിയ ലൈവായിട്ട് നമ്മൾ ഒന്നും കൂടെ ചിലപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം അവർക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഇതിലേക്ക് വന്നവരാണ്. അപ്പം ആ രീതിയിലുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ നമ്മൾ ഇപ്പോഴും കൊടുക്കാറുണ്ട്. അതാണ് നമ്മളെ പല സെക്ഷൻസ് കഴിഞ്ഞു പോയവരും ഇപ്പോഴും നമ്മളോട് അവർ നല്ലൊരു ബോണ്ട് കീപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. അപ്പം അത്തരം കാര്യങ്ങളാണ് നമ്മളെ മെയിനായിട്ടുള്ള USPs എന്ന് പറയുന്നത്. നമ്മൾ ഈ കൊടുക്കുന്ന പ്രൈസിങ് ഒരു കാര്യം തന്നെയാണ്, പിന്നെ ഈ കൊടുക്കുന്ന സപ്പോർട്ടും പിന്നെ ക്വാളിറ്റി ഓഫ് കണ്ടന്റും. അപ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് വേണമെന്നില്ല. അവരുടെ ബിസിനസ്സിന് എന്താണോ വേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കി അത് മാത്രമാണ് അവർക്ക് ഇപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് വേണ്ട മാക്സിമം സപ്പോർട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പം നമ്മളെ USPs എന്ന് പറയുന്നത്. ഇനി വരുന്ന പ്രോജക്റ്റുകൾക്ക് നമുക്ക് പല പല കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ USP ആയിട്ട് നമ്മൾ മുന്നിൽ നിർത്തുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു ബിസിനസ്സിനും ഈ പറയുന്ന USPs മാർക്കറ്റിങ്ങിൽ അത്യാവശ്യമാണ്. തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് എത്ര രൂപ ചിലവാകുന്നുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ലൈസൻസ് കാര്യങ്ങൾ, ലീഗൽ വശങ്ങൾ, പിന്നെ അതിനൊരു എക്സ്പെൻസ്, പിന്നെ നമുക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ സാധിക്കും, അതിൻ്റെ മാർക്കറ്റിംഗ് സ്റ്റഡി ചെയ്യുന്ന എങ്ങനെയാണ്, പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആഫ്റ്റർ 1 year പ്ലാൻ, ഒരു ബിസിനസ് പ്ലാനാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബിസിനസ് പ്ലാൻ. അപ്പോൾ ഈ പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ പാക്കേജ് ഒക്കെ ഓൾറെഡി നിങ്ങളിനി പാക്കേജ് കാണാത്ത ആൾക്കാർ പോയി പാക്കേജ് നോക്കൂ. അതാണ് നമ്മുടെ പാക്കേജ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സെയിൽസ് മാർക്കറ്റിംഗ്, നമ്മൾ അടുത്ത വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് അതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഓരോ കണ്ടൻറ്റ് ഓരോന്നായിട്ട് ഇടാം. അതല്ല ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ട്സുകളും കാര്യങ്ങളും വരാണ്ട്. ഇപ്പോൾ തന്നെ 4-5 പേരുണ്ട് ഡൗട്ട് ചോദിച്ചു ലാസ്റ്റത്തെ പാക്കേജിങ് വീഡിയോ, ഡയറക്റ്റ് പാക്കേജിലോട്ട് പോയതുകൊണ്ട്. അപ്പം നമ്മൾ പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ഓരോരുത്തർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കണ്ടന്റ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇത്രയും പ്ലാനുകൾ വേണം. ഇതൊക്കെയാണ് നിങ്ങളുടെ ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു പ്ലാനാണ്. ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ബിസിനസിന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് ആരും വിചാരിക്കരുത്. ഇപ്പം നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇപ്പം നമ്മളൊരു കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഈ ചെറിയൊരു സിമ്പിളായിട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റി. ഇപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന ബിസിനസ് അനുസരിച്ചിട്ട് അതിൻ്റെ മാർക്കറ്റിംഗ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. ഓരോ ബിസിനസ് അനുസരിച്ച് അത് മാറാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മൾ അവയർനെസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്ര സിമ്പിളായിട്ട് ഇപ്പോൾ ഒന്ന് ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യാൻ സാധിച്ചു. അതാണ് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്തത്. ഓക്കെ, എന്നാൽ അങ്ങനെ നമുക്ക് അതിൻ്റെ ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.